ഹായ് ഫ്രണ്ട്സ്, എഡ്യൂക്കേറിലേക്ക് സ്വാഗതം. 2024-25 വർഷത്തെ LBS ഡിപ്ലോമ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ഉള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നേരിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 17-12-2024 വരെയാണ് കോളേജ് ജോയിനിങ് ഡേറ്റ് നൽകിയിരിക്കുന്നത്. തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷമാണ് കോളേജ് ജോയിനിങ് നടത്തേണ്ടത്. 16-12-2024 വൈകിട്ട് 5 മണി വരെയാണ് ടോക്കൺ ഫീ അടയ്ക്കാൻ സാധിക്കുന്നത്. ടോക്കൺ ഫീ അടച്ച എല്ലാവർക്കും വെബ്സൈറ്റിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോയും ഫീ റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് പ്രിൻ്റ് എടുത്ത ശേഷം ആണ് നിങ്ങൾ കോളേജിൽ ജോയിനിങ്ങിന് പോകേണ്ടത്. അതുപോലെ ബാക്കി ഫീ പേയ്മെൻറ്റും നിങ്ങൾ കോളേജിൽ നടത്തേണ്ടതാണ്. കോളേജ് ജോയിനിങ് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് പുതിയതായി നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടതാണ്. പഴയ ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ തീർച്ചയായും കരുതേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ് താഴെ നൽകിയിരിക്കുന്നത്. പ്രോസ്പെക്ടസിൻ്റെ 29ാമത്തെ പേജിൽ പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ഈ ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി അലോട്ട്മെൻറ്റ് മെമ്മോയും രണ്ടാമത് ടോക്കൺ ഫീ റെസിപ്റ്റുമാണ് വേണ്ടത്. ഇത് രണ്ടും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോയും ഫീസ് റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി SSLC സർട്ടിഫിക്കറ്റാണ് ആവശ്യം. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ തന്നെ നാലാമതായി ചോദിക്കുന്നത് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ്. അഞ്ചാമതായി ചോദിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും റിസർവേഷൻ ഉള്ളവർ അവരുടെ സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ SC/ST വിദ്യാർത്ഥികൾ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ ബാക്കി വരുന്ന OEC വിദ്യാർത്ഥികൾ അവരുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റും OBC വിദ്യാർത്ഥികൾ അവരുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും അതുപോലെ ജനറൽ വിഭാഗത്തിൽ വരുന്ന EWS വിദ്യാർത്ഥികൾ അവരുടെ EWS സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങിയ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച TC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും എന്നിവ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അടുത്തതായി പറയുന്നത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റാണ്. അടുത്തതായി നിങ്ങൾക്ക് നൽകേണ്ടത് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ്. അതിൻ്റെ ഫോം നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൻ്റെ 49ാം പേജിൽ നിന്നും എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുടെ അടുത്ത് നൽകി ഈ ഫോം പൂരിപ്പിച്ച് വാങ്ങേണ്ടതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഴുതി നൽകുന്നതിന് ചില ഇടങ്ങളിൽ നിന്നും ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. പോകുന്നവർ ചെറിയൊരു എമൗണ്ട് കൂടി കയ്യിൽ കരുതേണ്ടതാണ്. ഒരു അറൗണ്ട് 100 to 150 രൂപ വരെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി ചോദിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റാണ്. വാക്സിൻ എടുത്തവർക്ക് അത് ഹാജരാക്കാവുന്നതാണ്. ഇല്ലാത്തവർ അത് പിന്നെ വാക്സിൻ എടുത്ത ശേഷം സബ്മിറ്റ് ചെയ്ത് നൽകിയാലും മതിയായിരിക്കും. പിന്നെ എല്ലാവരും വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പലതരം രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകാൻ വേണ്ടിയാണ് ഈ വാക്സിൻ എടുക്കാൻ അവർ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി കയ്യിൽ കരുതേണ്ടതാണ്. ഈ പറഞ്ഞവ എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ ഒരു സെറ്റ് കോപ്പിയും ഫയലും കൂടി കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചവർ കോളേജിൽ PTA ഫണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതൊരു അറൗണ്ട് 2000 to 3000 രൂപ വരെ ആകാം. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ പോകുന്നവർ നേരത്തെ നിങ്ങളുടെ കോളേജിൽ വിളിച്ച് അന്വേഷിക്കേണ്ടതാണ് എത്ര രൂപയാണ് ട്യൂഷൻ ഫീ പേയ്മെൻറ്റായി ബാക്കി അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ അവിടുത്തെ PTA ഫീ പേയ്മെൻറ്റ് എത്ര രൂപയാകും എന്നൊക്കെ നിങ്ങൾ അവിടെ വിളിച്ച് ചോദിക്കേണ്ടതാണ്. അതുപോലെ ഗവൺമെൻറ് കോളേജിൽ ഹോസ്റ്റൽ ഫീ ആയി വരുന്നത് 2500 രൂപ മുതൽ 3000 രൂപ വരെയാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യകതയില്ല. അതുപോലെ തന്നെ എല്ലാ കോളേജിലും ഡിപ്ലോമ സ്റ്റുഡൻസിന് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമല്ല. അതുകൊണ്ട് എല്ലാവരും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അത് കോളേജിൽ തിരക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുറത്ത് പേയിങ് ഗസ്റ്റുകളായോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അറൗണ്ട് ഒരു 5K to 6K വരെയാണ് അവിടെ ഫീസായി ചോദിക്കുന്നത്. എല്ലാവരും അവരുടെ കോളേജിൽ ഒന്ന് വിളിച്ച് തിരക്കിയതിന് ശേഷം അഡ്മിഷന് പോകുന്നതായിരിക്കും നല്ലത്. എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.